നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം CAA നിയമവുമായി ബന്ധപ്പെട്ട സുപ്രധാന ചോദ്യത്തിന് മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനാണ് CAA ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ ജനിച്ചിട്ടില്ലാത്ത മതവിഭാഗങ്ങളായ പാഴ്സികൾക്കും ക്രിസ്ത്യാനികൾക്കും പോലും പൗരത്വം നേടാൻ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നായിരുന്നു ചോദ്യം. മുസ്ലിം ജനസംഖ്യ കാരണം ഇന്ത്യ വിഭജിച്ച് നൽകി. ഇന്ന് ആ പ്രദേശം ഇന്ത്യയുടെ ഭാഗമല്ല, അത് മുസ്ലിങ്ങൾക്കായി നൽകിയതാണ്. അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നവർക്കും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ചവർക്കും അഭയം നൽകേണ്ടത് നമ്മുടെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു ഷായുടെ മറുപടി. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാൾ, മ്യാൻമാർ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ടിബറ്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏകീകൃത ഇന്ത്യയുടെ ആശയമാണ് അഖണ്ഡ ഭാരതം. വിഭജന സമയത്ത് പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 23% ഹിന്ദുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 3.7% കുറഞ്ഞു. അവർ എവിടെ പോയി? ഇത്രയും പേർ ഇവിടെ വന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നിർബന്ധിത മതപരിവർത്തനം നടന്നു. അവരെ അപമാനിച്ചു, രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി. അവർ ഇനി എവിടെ പോകും? നമ്മുടെ പാർലമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതല്ലേ? അമിത്ഷാ ചോദിച്ചു. 1951 ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 22% ഹിന്ദുക്കളായിരുന്നുവെന്നും 2011 ഇത് 10% കുറഞ്ഞെന്നും അവർ എവിടെ പോയി എന്നും അമിത്ഷാ ചോദിച്ചു. അഫ്ഗാനിസ്ഥാനിൽ 1992 ഏകദേശം 2 ലക്ഷം സിഖുകാരും ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ 500 പേർ അവശേഷിക്കുന്നു. അവർക്ക് അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലെന്നും ഭാരതം ഒന്നായിരുന്നപ്പോൾ അവരും നമ്മളിൽ ഒരാളായിരുന്നുവെന്നും അവർ നമ്മുടെ അമ്മമാരും സഹോദരന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. പീഡിപ്പിക്കപ്പെടുന്ന ഷിയ, ബലൂച്ച്, അഹമ്മദീയ മുസ്ലിങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് പോലും ഇവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാം. ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് അവർക്ക് അപേക്ഷിക്കാം. ദേശീയ സുരക്ഷയും മറ്റ് ഘടകങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യൻ സർക്കാർ തീരുമാനമെടുക്കും. സാധുവായ രേഖകളൊന്നും കൂടാതെ അതിർത്തി കടന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക നിയമമാണ് CAA എന്നും അദ്ദേഹം പറഞ്ഞു. രേഖകളൊന്നും ഇല്ലാത്തവരുടെ കാര്യമെന്തെന്ന ചോദ്യത്തിന് രേഖകൾ ഇല്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് തങ്ങൾ പരിഹാരം കാണുമെന്നും, എന്നാൽ ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് 85%-ലധികം പേർക്കും രേഖകളുണ്ടെന്നും ഷാ പറഞ്ഞു. ന്യൂസ് ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 4 വർഷമായി കുറഞ്ഞത് 41 തവണയെങ്കിലും വിവിധ വേദികളിൽ ഞാൻ CAAയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും പൗരന്മാരുടെ ഒരു അവകാശവും തിരിച്ചെടുക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഉപദ്രവം നേരിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അല്ലാത്തവർക്കാണ് ഇന്ത്യൻ പൗരത്വം നൽകുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 4 വർഷമായി കുറഞ്ഞത് 41 തവണയെങ്കിലും വിവിധ വേദികളിൽ ഞാൻ CAAയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും പൗരന്മാരുടെ ഒരു അവകാശവും തിരിച്ചെടുക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.